Hi, hello, namaskaram, guys. Very good morning. Have a great day. Okay. ചുമ ക്രോസ് ചെയ്തു പോയി. ഓക്കെ, അപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ ആര്യനാണ് ഇപ്പം ജയിച്ചിരിക്കുന്നത് 9 പോയിന്റ്സ്. അത് അത്യാവശ്യം നല്ല ഹെവി ടാസ്ക് തന്നെയായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ ഇങ്ങനെ പിടിച്ചു നിന്നാൽ മതി എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ നിന്ന് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ കാലുമേന്നും കയ്യുമേന്നും ഈ ഹിപ്പിന്റെ സൈഡിൽ നിന്നൊക്കെ മസിൽ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പം നല്ല നല്ല രസമായിരുന്നു. ഈവൻ നെബിനാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്തു. ലേബറും വൈബൊക്കെ കൊടുത്ത് അതിന്റെ റീലൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്, പെങ്കൊച്ചാണോ ആങ്കോച്ചാണോ? ഓ ഇല്ല, വേദന തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ തഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ആര്യനാണ് ജയിച്ചത്. പക്ഷേ ഇവിടെ സാബുമോനും ആര്യനുമായിട്ടുള്ള ഒരു ക്ലാഷ് വന്നപ്പോൾ അതിന്റെ അകത്തും പുറത്തുമായിട്ട് പറയുന്നുണ്ട് ഇത് ഫേവറിസമാണ്, സാബുമോനാണ് ജയിക്കേണ്ടത്, ആര്യനല്ല എന്നുള്ളത്. അപ്പം ഇത് ശരിക്കും എൻ്റെ ഒരു ക്വറിയാണ് നിങ്ങളോട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെയും പറ്റുന്ന രീതിയിലുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അത് ടേക്കപ്പ് ചെയ്തു. 5 പോയിന്റ്സിൽ നിൽക്കുന്നവർക്കാണ് ഇനി മുന്നോട്ട് കൂടുതലും മറ്റ് ഫിനാലിലെ മറ്റ് ലൈക്ക് നോ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റ് ടാസ്കിലോട്ടൊക്കെ കൂടുതലും പ്രയോറിറ്റി വരുന്നുണ്ടാവുക. അപ്പോ ഇതില് മൈക്ക് മാറ്റാൻ പറയുന്ന സമയത്ത് നമ്മൾ കൈ മാറ്റുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് മൈക്ക് മാറ്റുമ്പോൾ അവിടെ കൈ മാറ്റുന്നുണ്ട്. അത് പർപ്പസ്ഫുള്ളി അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നതിന്റെ ഇടയിലാണ് സംസാരത്തിന്റെ ആ ഒരു വൈബിൽ പെട്ടെന്ന് സാബുമാൻ കൈമാറ്റിയത്. അതിനുശേഷമാണ് ആര്യൻ കൈമാറ്റിയത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം കൈമാറ്റിയ ആളെ പുറത്താക്കുക, രണ്ടാമത് കൈമാറ്റിയ ആളെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പം ഒരു അർത്ഥത്തിൽ ചോദിച്ചു കഴിഞ്ഞത് ഫേവറിസം ആണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അകത്തുള്ളവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഇതിൽ മൈക്ക് വെക്കുന്നതിന്റെ ഇതിലാണ് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. അല്ലാത്ത ഇതില് സാബുമാന സംസാരത്തിന്റെ ഇടയിൽ കൈമാറ്റുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആരെയും കൈമാറ്റിയിട്ടുണ്ടോ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ ഇന്നലെയും കുറച്ച് വിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പൊ ആര്യൻ അതിനകത്ത് ജയിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ, അതായത് മൈക്ക് മാറ്റുന്ന സമയത്ത് മാറ്റേണ്ടത് നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് മാറ്റുന്നതാണ്. ഇതിന്റെ ഇടയിൽ കോൺവെർസേഷന്റെ ഇടയിൽ കൂടെയാണ് പെട്ടെന്ന് സാബുമാൻ കൈമാറ്റുന്നത്. അപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ സാബുമാൻ ഈ സംസാരത്തിനിടയിൽ കൈമാറ്റി ഗെയിം ഔട്ടായി, സാബുമോൻ ഔട്ടായി. ഇനിയിപ്പോൾ ഉള്ളത് ആര്യനാണ്. അപ്പൊ ആര്യൻ നിന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കൈ മാറ്റിയപ്പോൾ നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷനിൽ ഓ ഗെയിം കഴിഞ്ഞു, ഐ ആം ദ വിന്നർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മാറ്റിയതാണോ എന്നൊക്കെ മൊത്തം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് റിവ്യൂ ഇങ്ങനെ പറയണമെന്നല്ലേ? ഇടയ്ക്ക് റിവ്യൂ അല്ലല്ലോ, ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് സംശയം ചോദിക്കാം. ഇങ്ങനെ സംശയം ഉണ്ട്, അത് എന്താന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടോ? അതേപോലെ ആര്യൻ അല്ല ഈ ഒരു ടാസ്ക് തൂക്കേണ്ടത്, സാബുമോനാണ് തൂക്കേണ്ടത് എന്ന അഭിപ്രായമുള്ളവര് കാരണസഹിതം ഒന്ന് കമന്റ് ചെയ്യുക.